ഇനിയിപ്പോ ഇവിടെ എന്താ നടക്കാൻ പോകുന്നേ? മോളെ, തനുജ് വന്നു. വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. തനുജ, നിന്നെ ഒന്ന് കാണാൻ വന്നതാ. 1-2 വട്ടം കണ്ടിട്ടും മതിയായില്ലേ? ഇനിയും കാണണോ? ശരി, കണ്ടോ? മോളൊന്നും മര്യാദക്ക് സംസാരിക്കേ. മോളിതൊക്കെ അകത്തു കൊണ്ടുവച്ചിട്ട് പോവാ. മോളെ, നമുക്കെല്ലാവർക്കും കൂടി കാര്യങ്ങൾ ശാന്തമായിട്ട് സംസാരിച്ചു തീർക്കാം. കാര്യങ്ങൾ തീർക്കാൻ അയാൾ വരണം, എന്റെ അച്ഛൻ. നിന്റെ അച്ഛനോ? ആരാടി നിന്റെ അച്ഛൻ? നാട്ടുകാർ ആരാധിക്കുന്ന സിദ്ധാർത്ഥൻ എന്ന വലിയ മനുഷ്യന് 2 മക്കളുണ്ട്, രജനിയും നന്ദനും. അവരുടെ അച്ഛൻ അദ്ദേഹം. ഓ, അത് ശരി. മക്കളുടെ ലിസ്റ്റ് എടുത്ത് വന്നതാണോ നീ? ചില പകൽമാന്യന്മാർ ഇങ്ങനെ ഔദ്യോഗികമായിട്ടുള്ളതിന് മാത്രമേ റെക്കോർഡിൽ സ്ഥാനം കൊടുക്കൂ. നാട്ടിലിറങ്ങി അന്വേഷിക്കുമ്പോ അറിയാം, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു ലോഡ് മക്കള് കാണും. അവരെങ്ങനെ വളരുന്നെന്നോ ജീവിക്കുന്നെന്നോ ഒന്നും അറിയണ്ടല്ലോ. വലിയവരോട് എതിർക്കാൻ പേടിച്ച് ആ മക്കളങ്ങ് ഒതുങ്ങിക്കഴിയും. പക്ഷേ തനുജ ആള് വേറെയാ. ഇപ്പോ ഇതാണ് എന്റെ അച്ഛനെന്ന് ഞാനായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നാളെ ഇതെന്റെ മകളാണെന്ന് അയാളെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്യും. ഇതിന് ഉത്തരം കൊടുക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരുവാ. മുഖത്ത് നോക്കി പറ, നിങ്ങൾ അച്ഛനും അമ്മയൊന്ന്. പറയും നിങ്ങളുടെ മോളാണെന്ന്. മൊത്തത്തിൽ കോമഡി ആയിട്ടുണ്ട്. പറയുന്ന കേട്ടത്തൊന്നും അച്ഛനും അമ്മയെന്ന് പറയുന്നത് കടയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഐറ്റമാണ്. അത്രയ്ക്ക് കൂളായിട്ടാണല്ലോ പറയുന്നത് ഇവരാണ് അച്ഛനും അമ്മയെന്ന് പറയാൻ. വഴിയെ പോകുന്നവരൊന്നും അല്ല എന്റെ അച്ഛനും അമ്മയും. എന്റെ അച്ഛൻ മുൻ MLA സിദ്ധാർത്ഥന. ഒരു കാര്യം കൂടി, എന്റെ അച്ഛൻ വലിയ നേതാവാണെന്ന് അറിയിക്കാനോ ഔദ്യോഗികമായി അംഗീകരിക്കാനോ അല്ല ഞാൻ വന്നത്. എനിക്ക് പണം വേണം, അത് മതി. പദവി വേണ്ട. ആവശ്യപ്പെടുമ്പോഴൊക്കെ എനിക്ക് പണം കിട്ടണം, അത്രേ വേണ്ടൂ. ഈ പറഞ്ഞ രജനിയുടെ നന്ദന്റെ അച്ഛനെ അവരെടുത്തോട്ടെ, എനിക്ക് പണം മതി. പണോ? നിനക്കൊരു നയ പൈസ പോലും കിട്ടാൻ പോകുന്നില്ല. അച്ഛന്റെ പണം മകൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയാൻ നീ ആരാടി? ഞാനോ? ഞാൻ ദേവിക, ചന്ദ്രോത്ത് തറവാടിന്റെ മരുമകള്. അച്ഛന്റെയും ആ കുടുംബത്തിന്റെയും അഭിമാനം തകർക്കാൻ നോക്കുന്ന നിന്നെ നേരിടാൻ വേണ്ടി തന്നെ ഇറങ്ങിയതാ. മാനമില്ലാത്തവർക്കേ അഭിമാനത്തെ കുറിച്ച് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. മതി, നിർത്ത്. നിർത്താനോ? തുടങ്ങിയിട്ടേ ഉള്ളൂ. നിന്നെ നിലയ്ക്ക് നിർത്തിയിട്ടേ ഞാൻ മതിയാക്കൂ. ഓ, അപ്പൊ മിസ്റ്റർ സിദ്ധാർത്ഥൻ വീട്ടിൽ പതുങ്ങിയിരുന്നിട്ട് മരുമകളെ പറഞ്ഞയച്ചതാണല്ലേ? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.